The length of 40 leaves of a plant are measured correct to 1 millimeter and the obtained data is represented in the following table. ഇവിടെ ലീവ്സിന്റെ മെഷർമെന്റ് എടുത്തിട്ട് അത് മില്ലിമീറ്ററിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ ലെങ്തിന്റെയും നമ്പർ ഓഫ് ലീവ്സും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് 118 മുതൽ 126 മില്ലിമീറ്റർ വരെ ലെങ്ത് ഉള്ള 3 ലീവ്സ് ഉണ്ട്. 127 തൊട്ട് 135 വരെ ലെങ്ത് ഉള്ള 5 ലീവ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇവിടെ ഡേറ്റ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 7 ലെങ്ത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഡ്രോ എ ഹിസ്റ്റോഗ്രാം ടു റെപ്രസെന്റ് ദ ഡേറ്റ. ഹിന്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് മേക്ക് ദ ക്ലാസ് ഇന്റർവെൽ കണ്ടിന്യൂസ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. അപ്പൊ ഹിസ്റ്റോഗ്രാം വരയ്ക്കണമെങ്കിൽ നമ്മുടെ ഡേറ്റ എങ്ങനെയായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് ഇവിടെ 118 to 126, ഇവിടെ 126ലാണ് ഈ ക്ലാസ് ഇന്റർവെൽ എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അടുത്തതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നതോ 127ലാണ്. അപ്പൊ കണ്ടിന്യൂസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കണം, അടുത്തതിന്റെ ക്ലാസ് ഇന്റർവെല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 126ൽ തന്നെ ആയിരിക്കണം. 126ൽ അല്ലാത്തത് കൊണ്ട് ഇത് എന്തല്ല, കണ്ടിന്യൂസ് അല്ല. അപ്പൊ നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡേറ്റ നമുക്ക് വേണം. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് ആക്കണം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ക്ലാസ് ഇന്റർവെല്ലിനെ കണ്ടിന്യൂസ് ആക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഈ രണ്ട് ക്ലാസ് ഇന്റർവെല്ലുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 118 to 126ഉം 127 to 135ഉം. ഇവിടെ ഇത് ലോവർ ക്ലാസ് ലിമിറ്റ് ആണ്, ഇത് അപ്പർ ക്ലാസ് ലിമിറ്റ് ആണ്. അപ്പൊ ഇതിന്റെ അപ്പർ ക്ലാസ് ലിമിറ്റും അടുത്ത ക്ലാസ് ഇന്റർവെല്ലിന്റെ ലോവർ ക്ലാസ് ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇവിടെ 1 ആണ് അല്ലെ. 127 മൈനസ് 126 ഈസ് 1. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നോ അത് വെച്ചിട്ട് നമ്മൾ ഈ ക്ലാസ് ഇന്റർവെല്ലുകളെ ഇതിന്റെ ലോവർ ക്ലാസ് ലിമിറ്റിൽ നിന്ന് ആ കിട്ടിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യും, അപ്പർ ക്ലാസ് ലിമിറ്റിന്റെ കൂടെ അത് ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ആദ്യത്തെ ക്ലാസ് ഇന്റർവെല് 118 to 126 ആണ്. അപ്പൊ ആദ്യം നമുക്കിവിടെ എത്ര കൊണ്ടാണ് എന്നൊന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ലോവർ ക്ലാസ് ലിമിറ്റും ഇതിന്റെ അപ്പർ ക്ലാസ് ലിമിറ്റും, ദാറ്റ് ഈസ് 127 മൈനസ് 126, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് 1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.5. ഈ 0.5നെ നമ്മൾ ഓരോ ക്ലാസ് ഇന്റർവെല്ലിന്റെയും കൂടെ, അതായത് 118 to 126 എടുക്കുന്നു. ഇതിന്റെ ലോവർ ക്ലാസ് ലിമിറ്റിൽ നിന്ന് ഈ 0.5 സബ്ട്രാക്ട് ചെയ്യും, ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 118 മൈനസ് 0.5 to 126 പ്ലസ് 0.5. അപ്പൊ ഇതെന്തായി? 180ൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്ത 117.5 എന്ന് കിട്ടും. ഇതെന്താവും? 126.5 എന്നാവും. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്ലാസ് ഇന്റർവെൽ എന്തായിട്ട് മാറി? 117.5 to 126.5. അപ്പൊ ഈ 0.5 എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഈ ക്ലാസ് ഇന്റർവെൽ, അതായത് രണ്ടാമത്തെ ക്ലാസ് ഇന്റർവെലിന്റെ ലോവർ ക്ലാസ് ലിമിറ്റും ആദ്യത്തെ ക്ലാസ് ഇന്റർവെലിന്റെ അപ്പർ ക്ലാസ് ലിമിറ്റും തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് അതേ ഡിവൈഡഡ് ബൈ 2 അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് 0.5 കിട്ടിയത്. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഈ 127 ഇതിന്റെ ലോവർ ക്ലാസ് ലിമിറ്റിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യണം, അപ്പർ ക്ലാസ് ലിമിറ്റിന്റെ കൂടെ 0.5 ആഡ് ചെയ്യണം. അപ്പൊ ഇതിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും? 126.5 എന്ന് കിട്ടും. 135ന്റെ കൂടെ ആഡ് ചെയ്താൽ 135.5 എന്ന് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് ലീവ്സ് ആദ്യത്തത് 5 ആണ്, 3 ആണ്, അടുത്തതിൻ്റെത് 5 ആണ്. ഇനി മൂന്നാമത്തെ ക്ലാസ് ഇന്റർവെലിന്റെ കൂടെ ഫസ്റ്റ് 1ന്റെ കൂടെ 0.5 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ അത് 135.5 എന്നാവും. അപ്പർ ക്ലാസ് ലിമിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 144.5 എന്നാവും.
ഇനി അടുത്തതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 144.5, 153യുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 153.5. അടുത്ത ക്ലാസ് ഇന്റർവെല് 154ൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 153.5, 162ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 162.5. അടുത്തത് 163ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 162.5. അടുത്തത് 171ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 171.5. ഇനി 172ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 171.5. 180യുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 180.5. നമ്പർ ഓഫ് ലീവ്സ് എത്രയാണ്? 9. അടുത്തത് 9, ഇവിടെ 12, അടുത്തത് 5, 4, 2. അപ്പോൾ നമ്മൾ പുതിയ ഒരു ഡേറ്റ ഇവിടെ നമ്മൾ ഫോം ചെയ്തു. അതായത് ക്ലാസ് ഇന്റർവെൽസ് ഇവിടെ കണ്ടിന്യൂസ് ആണ്. ഇവിടെ കണ്ടോ, അപ്പർ ക്ലാസ് ലിമിറ്റ് 126.5 ആണ്. ഇവിടുത്തെ ലോവർ ക്ലാസ് ലിമിറ്റ് 126.5 ആണ്. ഇപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നു. കണ്ടോ, ഇങ്ങനെ നമ്മൾ എഴുതിയാൽ മാത്രമേ നമുക്ക് ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിന്റെ ക്ലാസ് ഇന്റർവെൽസിന്റെ വിഡ്ത്ത് ഈക്വൽ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു പ്രോബ്ലം നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് ഇന്റർവെൽസിന്റെ വിഡ്ത്ത് ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വിഡ്ത്ത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 126 മൈനസ് 118. ഇപ്പൊ എന്ത് കിട്ടും? ഇവിടെ കട്ടായി 116. ഇവിടെ 8 ആണ്. ഇവിടുത്തെ വിഡ്ത്ത് 8 ആണ്. അടുത്തത് 135 മൈനസ് 127. ഇവിടെയും 8 തന്നെ വരും. അതേപോലെ ഓരോന്നും ചെയ്ത് നോക്കുക. ഇവിടുത്തെ വിഡ്ത്ത് എല്ലാം സെയിം ആണ്. ഇവിടെ എല്ലായിടത്തും 8 തന്നെയാണ് വരുന്നത്. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അതായത് ക്ലാസ് ഇന്റർവെൽസിന്റെ വിഡ്ത്ത് ഈക്വൽ ആണോ എന്നും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഡേറ്റ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇവിടെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും നമുക്ക് വരയ്ക്കാം. നിങ്ങൾ വരയ്ക്കുന്ന ഉടനെ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. ദിസ് ഈസ് എക്സ് ആക്സിസ്. ദിസ് ഈസ് വൈ ആക്സിസ്. ഇനി എക്സ് ആക്സിസിൽ നമ്മൾ ലെങ്ത് ഇൻ മില്ലിമീറ്റർ ആണ് മാർക്ക് ചെയ്യുന്നത്. വൈ ആക്സിസിൽ നമ്മൾ നമ്പർ ഓഫ് ലീവ്സ് മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് ഗ്രാഫിന്റെ സ്കെയിൽ എഴുതണം. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3, 5, 9, 12 ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിവിടെ 1, 2, 3 അങ്ങനെ എടുക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ ഗ്രാഫിന്റെ സ്കെയില് 1 യൂണിറ്റ് നമുക്ക് എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് തന്നെ എടുക്കാം. 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1 ലീഫ്. അപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നു. നമ്മുടെ മാക്സിമം നമ്പർ 12 ആണ്. അപ്പോൾ 12 വരെ മാർക്ക് ചെയ്യുക. 1, 2. ഇവിടെ നമ്മുടെ ക്ലാസ് ഇന്റർവെൽ തന്നിട്ടുള്ളത് നമുക്ക് 0-യിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. 0-യിലല്ലാത്തത് കൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കണം. 0-യിലാണെങ്കിൽ ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. 0-യിലല്ലാത്തത് കൊണ്ട് ഇവിടെ നമ്മളൊരു ബ്രേക്ക് കൊടുത്തു. ഇനി നമുക്ക് തന്നിട്ടുള്ള ക്ലാസ് ഇന്റർവെൽസ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 117.5-ലാണ്. ആദ്യത്തേത് 117.5 to 126.5. അപ്പോൾ അതാ ഞാൻ ഇവിടെ തൊട്ട് മാർക്ക് ചെയ്യുന്നു. 117.5. അടുത്തത് 126.5. 117.5 to 126.5 എത്രയാണ്? 3 ആണ്. അപ്പോൾ അതാ ഇവിടെ വരും 3. സ്കെയിൽ യൂസ് ചെയ്തിട്ട് ബാർ വരയ്ക്കുക. ഇനി 126 to 135.5.
എത്രയാണ്? 5 ആണ് വരുന്നത്. അപ്പോൾ 126 ഇവിടെ എൻഡ് ചെയ്തു. അടുത്ത നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 126 അപ്പോൾ 126 നമ്മുടെ ബാറ് ഇതിനോട് ചേർന്ന് തന്നെ വരും. അടുത്തത് 5 ആണ്. അപ്പോൾ അതാ ഇവിടെ വരും. അടുത്തത് 135 to 144.5 that is 9. 9 ഇവിടെ വരും. എന്താ ഇവിടെ വരും 9. അപ്പോൾ ഈ ബാറിനോട് ചേർന്ന് തന്നെ വരും 9. ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി അടുത്തത് 144.5 to 153.5 that is 12. ഇപ്പോൾ 12 ഇവിടെ വരും. എന്താ ഇവിടെ വരും 12. ഈ ബാറിനോട് ചേർന്ന് തന്നെ നമ്മുടെ അടുത്ത ബാറും വരും. അതായത് ഒരു ക്ലാസ് ഇൻ്റർവെലിൻ്റെ അപ്പർ ലിമിറ്റിൽ നിന്നാണ് അടുത്ത ക്ലാസ് ഇൻ്റർവെലിൻ്റെ ലോവർ ലിമിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ 126 എൻഡ് ചെയ്തു ഈ ബാറ്. അപ്പോൾ അടുത്ത ബാർ സ്റ്റാർട്ട് ചെയ്തത് 126 ഇവിടെ 135 എൻഡ് ചെയ്തു. അപ്പോൾ അടുത്ത ബാറിൻ്റെത് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ബാറുകൾക്ക് തമ്മിൽ ഗ്യാപ്പ് ഇല്ലാതെ വന്നിട്ടുള്ളത്. നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. This is 12. ഇനി അടുത്തത് 153.5 to 162.5 that is 5. അപ്പോൾ ഇതാണ് 5. അത് ഇവിടെ ഇങ്ങനെ വരും. 5. ഇനി അടുത്തത് 162.5 to 171.5 that is 4. 4 ഇവിടെ വരും. അതാ ഇങ്ങനെ വരും നമ്മുടെ ബാർ. അടുത്തത് 171.5 to 180.5 2 ഇതാ ഇവിടെ വരും. ഇങ്ങനെയാണ് നമ്മുടെ ഹിസ്റ്റോഗ്രാം വരുന്നത്. ഇങ്ങനെ ബാറുകൾ തമ്മിൽ ഗ്യാപ്പ് ഇല്ലാതെ വരയ്ക്കുന്നതിനാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഇനി ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. Is there any other suitable graphical representation for the same data? ഈ സെയിം ഡേറ്റയ്ക്ക് തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? പറ്റും അല്ലേ? ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് എന്ത് വരയ്ക്കാം? ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് വരയ്ക്കാം. എങ്ങനെയാണ് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുക? ഈ ഹിസ്റ്റോഗ്രാമിൻ്റെ ഓരോ ബാറിൻ്റെയും അപ്പർ സൈഡിൻ്റെ മിഡ് പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ മിഡ് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹിസ്റ്റോഗ്രാം കിട്ടും. ഉണ്ടല്ലോ, ഓരോന്നിൻ്റെയും മിഡ് പോയിന്റുകൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഡൗട്ടായിരിക്കും. അപ്പോൾ ഹിസ്റ്റോഗ്രാം ഇല്ലാതെ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവെലിൻ്റെ ലോവർ ക്ലാസ് ലിമിറ്റ് പ്ലസ് അപ്പർ ക്ലാസ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റ് കിട്ടും. അപ്പോൾ ഹിസ്റ്റോഗ്രാം ഇല്ലാതെ നമ്മൾ വരയ്ക്കുന്നത് അങ്ങനെയാണ്. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ഒരു ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് കിട്ടും. ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു ഫ്രീക്വൻസി പോളിഗണായി. ഇപ്പോൾ ഈ ഫ്രീക്വൻസി പോളിഗൺ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ ഇതാ ഇവിടേക്ക് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്? നമ്മുടെ ക്ലാസ് ഇൻ്റർവെലിൻ്റെ ആദ്യം നമ്മൾ എക്സ്ട്രാ ഒരു ക്ലാസ് ഇൻ്റർവെൽ ആഡ് ചെയ്യണം. അതിൻ്റെ ഫ്രീക്വൻസി 0 ആയിരിക്കും. ലാസ്റ്റിലും നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരെണ്ണം കൂടെ ആഡ് ചെയ്യണം. അതിൻ്റെയും ഫ്രീക്വൻസി 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ പോയിന്റ് ഈ എക്സ് ആക്സിസിൽ തന്നെ വരും. അതായത് ഇവിടെ വരും, ഇവിടുത്തെ പോയിന്റ് ഇവിടെ വരും. എന്നിട്ട് ഇത് തമ്മിൽ ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ മാത്രമേ ഈ ഫ്രീക്വൻസി പോളിഗൺ എന്താവത്തുള്ളൂ? കംപ്ലീറ്റ് ആവത്തുള്ളൂ. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടു നോക്കണം, അതിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എന്തെഴുതാം? സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് യെസ് എന്ന് എഴുതാം അല്ലേ?
എന്താണ് ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് വരയ്ക്കാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് കറക്റ്റ് ടു കൺക്ലൂഡ് ദാറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് ലീവ്സ് ആർ 153 millimeter ലോങ് ആൻഡ് വൈ? അതായത് മാക്സിമം നമ്പർ ഓഫ് ലീവ്സിന്റെ ലെങ്ത് 153 millimeter ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആണോ? എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആണോ 153 millimeter ആണോ? ഇതാ ഇവിടെ നോക്കിയേ 144.5 to 153.5. ഇതാ ഇവിടെയാണ് നമ്മുടെ 153 വരിക അല്ലേ? അപ്പം നമ്മളിത് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ വേണ്ടി ഈ ക്ലാസ് ഇന്റർവെലിനെ കണ്ടിന്യൂസ് ആക്കിയപ്പോഴാണ് നമുക്ക് ഈ പോയിന്റ് ഇട്ട് വന്നത്. അല്ലെങ്കിൽ നമുക്ക് പോയിന്റ് ഇട്ടല്ലായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലാസ് ഇന്റർവെൽ നോക്കിക്കഴിഞ്ഞാൽ 145 to 153 ആണ് നമ്മുടെ ക്ലാസ് ഇന്റർവെൽ. ഇതാ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്ലാസ് ഇന്റർവെല്ലില് 153 ലെങ്ത് മാത്രമല്ല വരുന്നത്, 145 തൊട്ട് 153 വരെ ലെങ്ത് ഉള്ള ലീഫുകൾ ഈ ഒരു ബാറിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ 153 മാത്രമല്ല വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് പറയാം? നോ എന്ന് പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈസ് ഇറ്റ് കറക്റ്റ് ടു കൺക്ലൂഡ് ദാറ്റ് മാക്സിമം നമ്പർ ഓഫ് ലീവ്സ് ആർ 153 millimeter ലോങ്? അതായത് മാക്സിമം നമ്പർ ഓഫ് ലീഫ് എന്ന് പറയുന്നത് 153 millimeter ലോങ് ആണ്. അല്ല അല്ലേ? 145 തൊട്ട് 153 വരെയുള്ള ലെങ്ത് ഉള്ള ലീഫുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് നോ എന്ന് പറയാം. ഇനി വൈ എന്നൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതിന് നമുക്ക് എന്തെഴുതാം ആൻസർ? ബിക്കോസ് ദ മാക്സിമം നമ്പർ ഓഫ് ലീവ്സ് ഹാവ് ദർ ലെങ്ത് ലൈങ് ഇൻ ദ ഇന്റർവെൽ 145 to 153. Because the maximum number of leaves have their lengths lying in the interval 145 to 153. ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.